മുട്ട് തേയ്മാനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫുള്ളി പ്രിവെൻറ്റബിൾ അസുഖമല്ല. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിന് നമ്മൾ മെയിനായിട്ട് ഒരു 3-4 തരത്തിലാണ് തിരിക്കുക. അതിൽ മെയിനാണ് നമ്മുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. ബോഡി വെയ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ 1 കിലോഗ്രാം ബോഡി വെയിറ്റ് കൂടുമ്പോൾ ഏകദേശം 4 കിലോഗ്രാമാണ് മുട്ടിലോട്ട് നമ്മൾ ലോഡ് വരിക എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ ബോഡി വെയിറ്റ് കുറയ്ക്കുക. ഓൾസോ ഈ വെയിറ്റ് കൂടുന്നതിൻ്റെ കൂടെ തന്നെ ബോഡിയിലെ ഫാറ്റ്സ് കൂടുന്ന സമയത്ത് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് കൂടും, അങ്ങനെയും ജോയിൻറ്റിലോട്ട് ഇഞ്ചുറി വരാം. നെക്സ്റ്റ് തിങ് നമ്മൾ വേണ്ടത് എക്സസൈസുകളാണ്. എക്സസൈസുകളെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് മുട്ടുവേദനയുള്ള ആൾക്കാർ എക്സസൈസ് ചെയ്യാനാണ് കോമൺ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ലോ ഇമ്പാക്റ്റും ആക്സിയൽ ലോഡിങ്ങും നേരിട്ട് ലോഡ് വരുന്ന രീതിയിലുള്ള എക്സസൈസ് അവോയ്ഡ് ചെയ്ത് ലോ ഇമ്പാക്റ്റ് എക്സസൈസായ സൈക്ലിംഗ്, അതുപോലെ സ്വിമ്മിങ്, സ്റ്റേഷനറി സൈക്കിൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ജിമ്മിലൊക്കെ കാണുന്ന സൈക്ലിംഗ്, അതേപോലെ തന്നെ സ്വിമ്മിംഗ് ആണ് കോമൺലി പ്രിഫർ ചെയ്യുക. ഇനി അത് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇരുന്നിട്ടും കടന്നിട്ടുമുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും മുട്ടിൻ്റെതായ ചുറ്റുന്ന മസിൽസിനെ നമുക്ക് ബലപ്പെടുത്താം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ്. ലൈഫ് സ്റ്റൈൽ മെഷേഴ്സിൽ നമ്മൾ പറയുന്നത് മെയിനായിട്ട് സ്മോക്കിംഗ്, അതേപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡയറ്റ്. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഫാമിലി മൊത്തമായിട്ട് എടുക്കുമ്പോൾ തന്നെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുട്ടിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ മുട്ട് തേയ്മാനത്തിനെ സംബന്ധിച്ചോ നമ്മൾ പറയുക യൂഷ്വലി കാൽഷ്യം അതുപോലെ വിറ്റമിൻ ഡി ഉള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുക. അതിൽ കോമൺ ആയിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഭക്ഷണങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ റാഗി, സോയാബീൻ, ബീട്രൂട്ട്, പാലുൽപ്പന്നങ്ങൾ, കടൽ മത്സ്യങ്ങൾ, വാൽനട്ട്സ്, അതുപോലെ തന്നെ ആൽമണ്ട്സ്, പിന്നെ ഈ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്, ഇതെല്ലാം അത്യാവശ്യം നമുക്ക് കാൽഷ്യം നമുക്ക് ഡെയിലി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു ബോൺ സ്ട്രെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്നത് കാൽഷ്യം അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് വിറ്റമിൻ ഡി ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ഡെയിലി ഒരു വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു സോഴ്സാണ് സൺലൈറ്റ്. പക്ഷേ ഓരോരുത്തരുടെ ജോലി രീതി കാരണം മോസ്റ്റ്ലി നമ്മുടെ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസ് കാരണം ആ ഒരു സൺലൈറ്റ് എക്സ്പോഷർ കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു 15 മിനിറ്റ്സെങ്കിലും ഡെയിലി ഒരു സൺലൈറ്റ് എക്സ്പോഷർ നമ്മൾ ഉറപ്പുവരുത്തുക. ദർബൈ ആ സൺലൈറ്റ് എക്സ്പോഷർ കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വിറ്റമിൻ ഡി സ്റ്റോഴ്സ് നമ്മുടെ ബോഡിയിൽ റീപ്ലനിഷ് ചെയ്യാനും പറ്റും. അത് തന്നെ നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ കൂട്ടാനും പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇഞ്ചുറി പ്രിവെൻഷനാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിൽ നമ്മൾ പറയുന്നത് ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുക. അതിന് നമ്മൾ വേണ്ടത് പ്രോപ്പറായിട്ടൊരു വാമപ്പാണ്. ഏതൊരു എക്സസൈസിന് മുന്നേയും ഏതൊരു സ്പോർട്സിന് മുന്നേയും കുറച്ച് സമയം നല്ലൊരു വാമപ്പിന് വേണ്ടി വെക്കുക. സോ ദാറ്റ് നമുക്ക് പെട്ടെന്നൊരു സ്പോർട്സിലോട്ട് എൻഗേജ് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യാം. ആ ഒരു ഇഞ്ചുറീസ് പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭാവിയിലുള്ള തേയ്മാനങ്ങളും കാര്യങ്ങളുടെയും ടെൻഡൻസി കുറയാണ്. പിന്നെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, പ്രോപ്പർ ട്രെയിനിങ്, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു റെസ്റ്റ് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു.